ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ട്രൂ ഫീലിങ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതിപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. അവരുടെ ഓവറോൾ എനർജി, അതായത് ഈ വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതുപോലെ 2 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ദി ഹാങ്ഡ് മാൻ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് കുഞ്ഞുനാളിലേ അറിയുന്ന ഒരു വ്യക്തിയുടെ മുഖം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാവാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി കാണുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് കണ്ട ഒരു ഫീലായിരിക്കില്ല നിങ്ങൾക്ക് കേട്ടോ. അതാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ, ഒരു സമയത്ത് ഈ വ്യക്തിയും നിങ്ങളും നമുക്ക് കാണാം അത്രത്തോളം നല്ല രീതിയിലായിരിക്കണം ഈ ഒരു കണക്ഷൻ പോയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ എനർജി നോക്കുന്ന സമയത്ത് അവർക്കിപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനൊന്നും പറ്റാത്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ഭയങ്കരമായിട്ട് ആൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിട്ടാണ് കാണുന്നത് കേട്ടോ. അവരുടെ കാരണം ഹാങ്ഡ് മാൻ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരിപ്പോൾ സ്റ്റക്കാണ്. വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആൾ ചേഞ്ച് ആവുന്നുണ്ടാവാം. എന്നാൽ ആൾ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ വിട്ടു കൊടുക്കുന്നുമില്ല, എന്നിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നുമില്ല, നിങ്ങളുടെ തെസ് പറയുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നില്ല നിങ്ങളുടെ വ്യക്തി. നിങ്ങളതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു സമയം, അതായത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ സമയം ഇപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ കേട്ടോ. അതായത് ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നൊരു വ്യക്തിയാണ്. ഈ ഒരു സമയം മുതൽ ഇപ്പോഴത്തെ അവരുടെ നിലപാടെന്ന് പറയുന്നത് ഇതാണെന്നാണ് കാർഡ് പറയുന്നത് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. അതിനുശേഷമുള്ള കാർഡ് എന്നൊക്കെ പറയുന്നതൊക്കെ ആ ഒരു സ്റ്റെപ്പിലോട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ഇയാളിപ്പോൾ നോ കോൺടാക്റ്റ് ആവണമെന്നില്ല, ഇടയ്ക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഒരു തരത്തിലും ഇയാൾ പിടി തരാതെ ആയിരിക്കണം ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, നിങ്ങൾ ആരുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ പാടില്ല, അതൊന്നും വ്യക്തിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ആരടുത്ത് ഒന്നും മിണ്ടുന്നതോ ആരും നിങ്ങൾക്കൊരു കണക്ഷൻ ആവും ഒന്നും ആൾക്ക് ഇഷ്ടമല്ല. ഒരു തരത്തിൽ നിങ്ങളെ വിട്ടുകൊടുക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നുമില്ല. ഇനി ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് നമുക്കൊന്ന് നോക്കാം. കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൻസിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ 10 ഓഫ് പെൻറ്റിക്കിൾസ്, ഫൂൾ കാർഡ്, 5 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഫീലിങ്സിൽ നോക്കുന്ന സമയത്ത് അറിയാം, നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് കണ്ടോ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത്രത്തോളം ഫീലിങ്സ് ഉണ്ട്. ഈ ഒരു സമയത്ത് ആൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ആളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോട് ഒത്തിരി ഇഷ്ടമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് കപ്സ് ആണ് ആൾക്ക് ഇപ്പോഴും നിങ്ങളോട് ഇഷ്ടത്തിനൊന്നും യാതൊരു കുറവില്ല. ആളുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഇപ്പോഴും ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. മാത്രം പേജ് ഓഫ് വാൻസ് ആണ്. ഫീലിങ്സിലായാലും ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു അനക്കില്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ചിലപ്പോൾ ആൾ സൈലൻ്റ് ആവുന്നുണ്ടാവാം. ആളുടെ മെസ്സേജ് വരാൻ കുറേ വൈകുന്നുണ്ടാവാം. കാരണം ആൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കണം എല്ലാം ഉണ്ട്. ആൾ ഇപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. സ്നേഹമുണ്ട്, ഒത്തിരി സ്നേഹമുണ്ട്. ആൾക്ക് എന്തോ അതൊന്നും പുറത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. നിങ്ങളെ ആൾ ഫാമിലി പോലെയാണ് കാണുന്നത് കേട്ടോ. 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം അത്രയും സ്റ്റെബിലിറ്റിയോട് കൂടി മുന്നോട്ട് പോയൊരു ബന്ധമാണ്.
എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അത്രയും ഡീപ്പ് ലെവലിലേക്ക് എത്തിയൊരു ബന്ധം തന്നെയാണ് ഈ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളെ സാധാരണ അല്ല, ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കാം നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഫോൾ, ആളിപ്പോഴും നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഈ വ്യക്തി. അതാണ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള ആളുടെ ആ ഒരു ഫീലിങ്സിൽ ആൾക്ക് നിരാശയാണ് കേട്ടോ. ഭയങ്കര നിരാശ തോന്നുന്നുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ ആൾക്ക് നിങ്ങളിലേക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടി ഇല്ലതുകൊണ്ടായിരിക്കാം, അതൊന്നും നിങ്ങളടുത്ത് മറച്ചു വെക്കുന്നതുകൊണ്ടായിരിക്കാം. കാരണം ഇവിടെ ഒരു കുറ്റബോധം ആൾക്കുണ്ട് കേട്ടോ. അത് ഫീലിങ്സിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക് നിങ്ങളോട്. അത് എന്താണെന്ന് വെച്ചാൽ ആളെന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതുകൊണ്ടായിരിക്കാം. ഇവിടെ 2 ഷോട്ട്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് ആദ്യം തന്നെ. ഓവറോൾ എനർജി ആയിട്ട് ആളെന്തോ ഒരു കാര്യം ആൾക്ക് ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പുറത്തെ ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതൊരു ഫാമിലി ആയിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, എന്തോ ആയിരിക്കാം. പക്ഷെ എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. എല്ലാം തുറന്ന് പറയുന്നുമില്ല. അതാണ് നിങ്ങളാണെങ്കിൽ ക്ലാരിറ്റി ചോദിക്കുമ്പോൾ എല്ലാം അതിൽ നല്ല ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷെ അതിൻ്റേതായ ഒരു കുറ്റബോധം ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. എത്രയൊക്കെ സ്നേഹം ഉണ്ടെങ്കിലും ഈ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ രാത്രികാല ചിന്തകൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ കാർഡ് കാണിക്കാൻ പാടില്ല, സ്റ്റാറാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസ്, അതും റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് കപ്സ്. സ്ട്രെങ്ത്, സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത്. അത്രത്തോളം നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ആൾക്ക് ഇപ്പോൾ രാത്രികാല ചിന്തകളിലെല്ലാം ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ എവിടെയും പോയില്ല, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. കാരണം നിങ്ങളോട് അത്രയും അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക്, ഫിസിക്കൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് ആൾ കണക്റ്റാണ്. ആ ഒരു സോൾ കണക്ഷൻ, ആ ഒരു എന്താ പറയുക, സോൾമേറ്റ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക് നിങ്ങളോട് കേട്ടോ. എന്നുവെച്ചാൽ ആളുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും സ്നേഹം അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നാണ്. കൂടുതലും രാത്രികാലങ്ങളിലാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതെന്ന് തന്നെയാണ് കാണുന്നത്. അതേപോലെ 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ആൾക്കിപ്പോൾ ആളുടെ സിറ്റുവേഷനിലൊക്കെ ഒരു ആ എന്താ പറയുക, പഴയ നിങ്ങളെന്ന് പറയുന്നത് ആളോട് ഒരുപാട് നിങ്ങളുടെ വ്യക്തിയും ഒരുപാട് സ്വപ്നം കണ്ടവരാണ്. അതായത് നിങ്ങളുടെ കരിയറിലൊക്കെ നല്ല സക്സസ് വേണം, വീട് വെക്കണം, അങ്ങനെ വലിയ സ്വപ്നങ്ങളൊക്കെയുള്ള ഒരു കണക്ഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ ആളിങ്ങനെ ചിന്തിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതേപോലെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആ 10 ഓഫ് കപ്സ് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാം ആ ഒരു 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ താഴെ വന്നിരിക്കുന്നതാണ് 10 ഓഫ് കപ്സിൻ്റെ എനർജി. ഈ 10 ഓഫ് പെൻറ്റിക്കിൾസും ആ ഒരു ഫാമിലി കാർഡാണ്. ഇതും ഫാമിലി കാർഡ് തന്നെയാണ്. കണ്ടോ, 2 കാർഡ് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ വേണമെന്ന്, ഹസ്ബൻഡ് വൈഫായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു നിങ്ങളുമൊത്തൊരു ഹസ്ബൻഡ് വൈഫായിട്ട് ജീവിക്കണം, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ ആളുടെ ലൈഫിലേക്ക് വേണം എന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുമിക്കാൻ പറ്റാത്തവരുണ്ടാവാം. ചിലപ്പോൾ ഒരിക്കലും നിങ്ങൾക്കങ്ങനെ ഒരുമിക്കാൻ പറ്റില്ലായിരിക്കാം, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവരുണ്ടാവാം. പക്ഷെ എന്നാൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് വേണം, ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫായിട്ട് വേണം, കുട്ടികളൊക്കെ ഉള്ള നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ജീവിതം നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞവരായിരിക്കും ഒരു സമയത്ത്. പക്ഷേ ഇവിടെ എല്ലാവരുടെ ഇതല്ല, അധികം ആൾക്കാരും എന്ന് പറയുന്നത് ഹസ്ബൻഡ് വൈഫ് കുട്ടി ഉള്ള ആൾക്കാരായിരിക്കാം. ഇപ്പം എന്തിൻ്റെയോ പേരിൽ നിങ്ങൾ സെപ്പറേഷൻ ആയതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതേപോലെ 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ എന്തോ ഒരു വഴക്ക് നടന്നതിൻ്റെ പേരിൽ ചിന്തിക്കുന്നുണ്ട്. എന്തോ കാര്യത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. സൈലൻ്റായിട്ട് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതും ഒരു സമയത്ത് നിങ്ങളെ കൈവിട്ടതും ആൾക്ക് ഒരു ക്ലാരിറ്റി തരാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയതൊക്കെ ഈ സമയത്ത് ചിന്തിക്കുകയാണ്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവാം, നിങ്ങളോട് പറയാതെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ
അല്ല എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ആളിപ്പോൾ ആലോചിക്കുന്നത് സ്ട്രെങ്ത്തുകളാണ്. ആ സമയം തൊട്ട് നിങ്ങളെ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ വ്യക്തിക്ക് ഒരു കുറ്റബോധമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു തെറ്റ് ആൾ എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നിങ്ങളടുത്ത് പറയണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് ആൾ നിൽക്കുന്നത്. നിങ്ങളെങ്ങനെ മെരുക്കിയെടുക്കണമെന്ന് ആൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അത്രയും നിങ്ങളെ ആൾക്ക് ആഗ്രഹിക്കുന്ന ആൾ നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റും ആ പഴയ ഒരു എനർജി, ആ ഒരു പഴയ ഒരു സ്നേഹം എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പഴയ നിങ്ങളിലേക്ക് വരാൻ ആൾ ആഗ്രഹിക്കുന്നു എന്നാണ് സ്ട്രെങ്ത്തിലൂടെ മനസ്സിലാവുന്നത് കേട്ടോ. ആ പഴയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനുള്ള ആ ഒരു മനസ്സ് ആ വ്യക്തി നേടിയെടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്ത് ആൾ നേടിയെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളെങ്ങനെ മെരുക്കിയെടുക്കും എന്നും ആൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെയാണ് നിന്നതെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ സ്വഭാവത്തിലും ചെറിയ ചേഞ്ച് വരുമല്ലോ. ഈ വ്യക്തിയുടെ ഈ പെരുമാറ്റം ഇങ്ങനെ ആയാൽ അപ്പം അതും ആൾ ചിന്തിക്കുന്നുണ്ടാവുക ഈ ഒരു സമയത്ത്. അതാണ് കാണുന്നത്. പിന്നെ നമുക്ക് മാസ്റ്റർ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നതിന് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മൂണാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് ഇതൊക്കെ ആൾക്ക് ചിന്തിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. എല്ലാം നിങ്ങളെ സ്നേഹത്തിൽ നിന്ന് ആൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ആ ഒരു സണ്ണാണ്. അപ്പോൾ ആൾ വരും കേട്ടോ, പൂർവാധികം ശക്തിയോടെ തന്നെ ആൾ വരും. നെക്സ്റ്റ് കാർഡ് സണ്ണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്നാലും ഒരു കാർഡ് കൂടി നമുക്ക് എടുത്തു നോക്കാം. ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നെക്സ്റ്റ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു എനർജി നമുക്ക് നോക്കാം. ആൾ പൂർവാധികം ശക്തിയോടെ വരും. കുറച്ച് ഈഗോ കടുംപിടുത്ത സ്വഭാവമൊക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. പിന്നെ പെട്ടെന്നൊക്കെ ഒരു പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആൾക്ക് ഒരു ഉത്തരവാദിത്തം കൂടിയത് കൊണ്ടാണ് ആൾ സ്റ്റക്കായി പോയത്. ചിലപ്പോൾ ആളുടെ ഫാമിലിയിൽ അങ്ങനെ ആയിരിക്കാം. ഈ വ്യക്തി തന്നെ എല്ലാം നോക്കിയും കണ്ട് ചെയ്യേണ്ട വ്യക്തിയായിരിക്കാം. ആൾ അങ്ങനെയാണ്, എന്തോ ഒരു ഭാരം ആൾ ഏറ്റെടുത്ത് നടത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവരുടെ ഫാമിലിയിലോ എന്തായാലും ശരി, ആ കണക്ഷനിൽ ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിക്ക് അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ കൊണ്ടാണ് ആൾ നിൽക്കുന്നത് കേട്ടോ. നിങ്ങളോടുള്ള ഇഷ്ടം കുറവ് കൊണ്ടല്ല, ആൾക്ക് വേറെ വഴിയില്ല. ആളുടെ ഫാമിലിയിലായാലും ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം. ചിലപ്പോൾ അതൊരു എന്ത് തന്നെ ആയാലും, ആളുടെ ബന്ധം ഏത് തന്നെ ആയാലും ആ ബന്ധത്തിൽ ഉറച്ചു നിന്നേ പറ്റൂ ഈ വ്യക്തിക്ക്. വേറെ വഴി ഈ വ്യക്തിക്കില്ല. നിങ്ങളോട് ഇഷ്ടമുണ്ട്, മാത്രം ഈ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വ്യക്തിയുടെ പറയുകയാണെങ്കിൽ ആൾ കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ്. കടുംപിടുത്ത സ്വഭാവമൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക, എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക വ്യക്തി. പക്ഷേ എന്ത് തന്നെ ആയാലും ഒരു ഡിസിഷൻ ഈ വ്യക്തി എടുത്തതാട്ടോ, അത് യാതൊരു മാറ്റമില്ല. പക്ഷേ ആൾ ഡിസിഷൻ എടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആൾ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഒരു വശത്ത് കൊടുക്കുന്നുണ്ട് ഫാമിലിക്കെല്ലാം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഉത്തരവാദിത്തം കൂടിയതായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഈ സ്വഭാവത്തിന് ഇങ്ങനെ ഈ ഒരു മാറ്റം വരാൻ കാരണം എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് സൺ കാർഡ് വന്നുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും എന്നാണ് കാർഡ് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കി പൂർവാധികം ശക്തിയോടെ അവർ നിങ്ങളിലേക്ക് വരും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആൾക്കത് പറ്റാത്തതായിട്ടാണ് കാണുന്നത്. പോരാതെ എംബ്രറാണ്, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നൊരു സ്വഭാവമല്ല. എങ്കിലും ആൾ വരും, സമയമെടുക്കും വരുന്ന സമയത്ത് കേട്ടോ. പതുക്കെ വരത്തുള്ളൂ. കാരണം നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നതന്നെ ആ ഒരു 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സമയമെടുക്കും നല്ല രീതിയിൽ. കാരണം ആളിപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് കാണുന്നില്ലേ, സ്റ്റക്കാണ്. ആളുടെ ഫീൽ ഓവറോൾ എനർജിയിലും ആൾ സ്റ്റക്കാണ്. അപ്പോൾ സമയമെടുക്കും. പക്ഷെ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് ആൾ വരും കേട്ടോ. നല്ല രീതിയിൽ സമയമെടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ഇതുമായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. അശ്വതി, മാരേജിന് സാധ്യതയുണ്ട് കേട്ടോ. മാരേജ് കാർഡ് വന്നിട്ടുണ്ട്. W, വൈറ്റ് കളർ, ടൈലറിങ്, തിരുവനന്തപുരം, ലെറ്റർ I, രോഹിണി, ലെറ്റർ M ആണ്, ലെറ്റർ L, അനീഴം, ഡിസംബർ,
ലെറ്റർ എഫ് ആണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ട മെയ് മാസം. ലെറ്റർ ഡി ആണ് വന്നിരിക്കുന്നത്. ഉത്രാടം. ലെറ്റർ ബി ആണ്, ബ്ലൂ കളർ. എബ്രോഡ് ചോതി നക്ഷത്രം. രോഹിണി. ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. 24 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല, കണക്റ്റ് കുറച്ച് പേർക്ക് മാത്രമേ ഇത് കണക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ കണക്റ്റ് ആവാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്